ഷഫീഖ, അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്, ILO ഇൻഷുറൻസ്, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ട്. കുറച്ച് ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞാൽ. നമുക്ക് ഒന്നാമത്തെ ഡൗട്ട് എന്നുള്ളത്, ഇത് കമ്പനി നമുക്ക് നിർബന്ധമായിട്ട് എടുത്തു തരേണ്ടത് ഒന്നാണോ, അല്ലെങ്കിൽ നമ്മളായിട്ട് എടുക്കേണ്ടതാണോ? ഇത് എംപ്ലോയിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ILO ഇൻഷുറൻസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. എംപ്ലോയിക്ക് എംപ്ലോയ്മെന്റിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ 3 മാസത്തോളം ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഇൻഷുറൻസ്. അപ്പോൾ കമ്പനീൻ്റെ ഭാഗത്തു നിന്നുള്ള മാൻഡേറ്ററി ഇൻഷുറൻസ് അല്ല ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 400 ദിർഹംസോളം ഇൻഷുറൻസ് ഫൈൻ വരും. അതേപോലെ ഓഫർ ലെറ്റർ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ 15ഓളം ബ്രാഞ്ചിലുള്ള തഹ്ലീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ? അപ്പോൾ ഈ ILO ആർക്കെങ്കിലും ക്ലെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് അടക്കുന്ന ഒന്നാണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 12 മാസം 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് അടച്ചിരുന്ന ഒരാളായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിഗ്നേഷൻ കൊടുത്ത് കമ്പനിയിൽ നിന്ന് നമ്മളായിട്ട് തിരിഞ്ഞു പോകുന്ന ആളാണെങ്കിൽ ഇത് കിട്ടില്ല. മൂന്നാമത് ടെർമിനേഷൻ ആയിരിക്കണം. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിനെ പിരിച്ചുവിടുന്ന ഒരു തരത്തിലായിരിക്കണം. അതിന് കമ്പനീൻ്റെ ലെറ്റർ വേണം. അതേപോലെ ഡിസിപ്ലിനറി ആക്ഷൻസ് കൊണ്ടായിരിക്കരുത് ഈ ടെർമിനേഷൻ. ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ILO ഇൻഷുറൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു 1000 ദിർഹം സാലറി ഉള്ള ഒരു എംപ്ലോയിക്ക് ഈ ILO എത്ര മാസം അവനക്ക് കിട്ടും, എത്ര എമൗണ്ട് ആയിട്ടാണ് അവന് കിട്ടുന്നത്? എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു മാസം, ടെർമിനേഷൻ ഡേറ്റ് മുതലുള്ള 1 മാസത്തിനുള്ളിൽ ഇതിന് ക്ലെയിം അപ്ലൈ ചെയ്യണം. അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം, ഇത് 3 മാസത്തോളം അൺഎംപ്ലോയിഡായി നിൽക്കുന്ന 3 മാസത്തോളം ഈ ഇൻഷുറൻസ് കിട്ടും. എത്രയാണോ സാലറി, ഫോർ എക്സാമ്പിൾ 1000 സാലറി ആണെങ്കിൽ അതിന്റെ ബേസിക് സാലറി എത്രയാണെന്ന് നോക്കുക. ആ ബേസിക്കിന്റെ 60% ആണ് എംപ്ലോയിക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ILO ഇൻഷുറൻസ് പറ്റിയുള്ള ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ബ്രാഞ്ചായിട്ട് ബന്ധപ്പെട്ട മതിയല്ലേ? തീർച്ചയായും അത് മൊത്തം സോൾവ് ആക്കി തരും. തീർച്ചയായും. ഓക്കെ.